എന്തുകൊണ്ടാണ് ശ്രീ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള ആളുകളെ പാർട്ടിയുടെ അധികാര വ്യവസ്ഥയിൽ നിന്നെങ്കിലും കോൺഗ്രസ് മാറ്റി നിർത്താത്തത്? മാധു, ഇതിലൊരു പ്രശ്നമുള്ളത് എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന ഈ കുറിപ്പ്, ആ കുറിപ്പ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൽ പലരുടെയും പേരുണ്ടല്ലോ. ആ കുറിപ്പിൽ പോലീസിൻ്റെ നിലപാട് എന്തായിരുന്നു? അത് ഫോറൻസിക് റിപ്പോർട്ടിനെ വിട്ടിട്ട് അതിനുശേഷം അത് പരിശോധിച്ച് നിലപാടെടുക്കുമെന്നാണ്. അതിനുശേഷം KPCCയുടെ സമിതി ആ കുടുംബത്തെ സന്ദർശിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് പോലീസ് ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. അത് നിയമപരമായിട്ട് ഈ കേസിൽ ഈ പരാതിയിൽ ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ അവർ നിയമപരമായിട്ട് അതിന് നീങ്ങട്ടെ. പക്ഷേ സംഘടനാപരമായി കോൺഗ്രസിൻ്റെ മുമ്പിൽ ഇതിനു മുമ്പ് ഇത്തരം വിഷയങ്ങൾ വന്നപ്പോൾ അതിൽ കോൺഗ്രസ് പാർട്ടി ഇന്റേണലായിട്ടുള്ള അന്വേഷണം നടത്തി സംഘടനാപരമായി നടപടി സ്വീകരിക്കുകയും ആ നടപടി സ്വീകരിച്ച് പുറത്താക്കിയ ആളുകളെ CPM സ്വീകരിച്ച് അവർ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതാവായിട്ട് വയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് മാത്രമല്ല 2016 മുതൽ വിജിലൻസിൻ്റെയും സംസ്ഥാന സഹകരണ വിജിലൻസിൻ്റെയും അതുപോലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടും ഒക്കെ ഗവൺമെന്റിന്റെ മുമ്പിലുണ്ടല്ലോ. ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി, ഇതുപോലെയുള്ള കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അതിൽ സംസ്ഥാന സർക്കാർ നിലപാടെടുക്കേണ്ടത്, അതിൽ കോൺഗ്രസ് അല്ലല്ലോ നിലപാടെടുക്കേണ്ടത്. പിണറായി സർക്കാരിന്റെ പോലീസിന്റെ നിലപാടാണോ? അവർ പല കാര്യങ്ങളിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ കേസുകളിൽ അന്വേഷണത്തിലൊക്കെ വീഴ്ച വരുത്തുന്നു എന്നൊരു ആരോപണം കോൺഗ്രസിനുണ്ടല്ലോ. അപ്പോ ഫോറൻസിക് പരിശോധന നടത്തട്ടെ എന്ന പോലീസിന്റെ നിലപാട് കോൺഗ്രസ് എങ്ങനെ സ്വീകരിക്കും? അങ്ങനെ ഫോറൻസിക് പരിശോധന നടത്തി പോലീസ് സ്വീകരിക്കുന്ന നിലപാടിന് ശേഷം തങ്ങൾ അതുപോലെ അന്വേഷണം നടത്തി നിലപാട് സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ള കേസുകളിലൊന്നും കോൺഗ്രസിന് ആ നിലപാടല്ലല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ. അല്ല മാധു, ഇതിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ഓർഡർ തെറ്റിച്ച് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ ഇത്തരം പരാതികൾ വന്നപ്പോൾ പരാതിയിൽ അന്വേഷിച്ചു നടപടി സ്വീകരിച്ചു. അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾക്ക് സംഘടനാപരമായി നടപടി സ്വീകരിച്ച് പുറത്താക്കി. അവരെയാണ് CPM സ്വീകരിച്ചത്. ആ വിഷയോട് അഡ്രസ്സ് ചെയ്യുന്നില്ല. അവരെ CPM സ്വീകരിച്ച് അവരെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്ന സാഹചര്യം മറ്റു പല സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തത്, അന്ന് മുതൽ സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസിന്റെയും സഹകരണ വകുപ്പിന്റെ വിജിലൻസിന്റെയും മുമ്പിലുള്ള കേസിന്മേൽ നടപടിയെടുക്കേണ്ട സംസ്ഥാന ഗവൺമെന്റല്ലേ. കോൺഗ്രസിന് സ്വന്തമായി പാർട്ടിയുടെ കോടതിയും പോലീസ് സ്റ്റേഷനിലല്ലേ. നേരത്തെ കോൺഗ്രസിന്റെ ഇന്റേണൽ കമ്മിറ്റി അന്വേഷിച്ച് നടപടിയെടുത്തു. ആ ഇന്റേണൽ കമ്മിറ്റിയിൽ ഇപ്പോൾ ഈ TN പ്രതാപനും സണ്ണി ജോസഫും അന്നത്തെ ഇന്റേണൽ കമ്മിറ്റിയിലും അംഗങ്ങളായിരുന്നല്ലോ. അവരെന്ന് അന്വേഷിച്ചത് ഒരു അഴിമതിയും ക്രമക്കേടുമാണ്. ഇന്ന് കേരള പോലീസും ഇന്ന് കോൺഗ്രസിന്റെ ഇന്റേണൽ കമ്മിറ്റിയും അന്വേഷിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട കേസാണ്. പഴയ കേസല്ല. അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ. അപ്പൊ പഴയ അതേ വ്യാപ്തിയോടെ അതിനെ കാണുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. നിങ്ങൾക്ക് NM വിജയനെ അദ്ദേഹം എഴുതി വെച്ചു പോയി എന്ന് പറയുന്ന ഈ കുറിപ്പിനെ, അതിലെ അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളി പറയാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ സമ്മതിച്ചു. അല്ല മാധു, അതിലൊരു പ്രശ്നമുണ്ട്. ഇത് മനുഷ്യത്വ വിരുദ്ധം എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മരണം ഒരു കാരണവശാൽ നമ്മൾ പൊതുസമൂഹത്തിന് അംഗീകരിക്കാവുന്നതല്ല. ഇനി കോൺഗ്രസ് പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയിലായാലും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നത്. ഇന്നത്തെ കാലത്തൊന്നും ഇത്തരത്തിലുള്ള കോഴയും അഴിമതിയും നടത്തിക്കൊണ്ട് നിയമനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്നല്ല. മുൻപ് പല കാലഘട്ടത്തിലും പലരും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു ന്യായീകരണമല്ല. പക്ഷെ ഞാൻ അതിനപ്പുറം പറയട്ടെ, കോഴ കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ ഇത്തരത്തിൽ അനധികൃതമായിട്ട് തൊഴിൽ സമ്പാദിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമായിരുന്നു, അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നടത്തിയ ഇന്റേണൽ അന്വേഷണ കമ്മിറ്റിയിൽ താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോഴുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നെന്ന്. അന്ന് നടപടി സ്വീകരിച്ചപ്പോൾ അന്ന് ഈ പറഞ്ഞ NM വിജയന് ആ നടപടിയിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. ഈ കത്തെഴുതി വെച്ചു എന്ന് പറയുന്ന NM വിജയന് അന്നത്തെ നടപടിയിൽ പരാതി ഉണ്ടായിരുന്നില്ല. അന്നത്തെ പരാതി അന്വേഷിക്കുമ്പോൾ NM വിജയന് പണം കൊടുത്തു എന്ന് ആരുടെയും പരാതിയില്ല. NM വിജയൻ പണം വാങ്ങിച്ചു എന്നുള്ള പരാതിയുമില്ല. അതുപോലെ KK ഗോപിനാഥിനെയും ഡോക്ടർ സണ്ണിയെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്ന സാഹചര്യത്തിൽ NM വിജയൻ ആ നടപടിയെ എതിർത്തിട്ടില്ല. അപ്പോൾ ഈ വിഷയങ്ങൾ മുൻപേ ഉള്ളതാണെങ്കിൽ NM വിജയൻ അന്ന് എതിർക്കണമായിരുന്നല്ലോ. അത്തരത്തിലൊരു നിലപാടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പണം കൊടുത്തു എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ആ നിലയ്ക്ക് പോകാം. ഡോക്ടർ ജിൻഡോ ജോൺ, NM വിജയൻ ആരോപിച്ച കാര്യങ്ങളിൽ വസ്തുതയില്ല എന്നാണോ കോൺഗ്രസിന്റെ ഭാഷ്യം? അല്ല, മരണപ്പെട്ടു പോയ NM വിജയന്റേതെന്ന് പറഞ്ഞ് പുറത്തു വരുന്ന കത്താണ് നമ്മൾ പറയുന്നത്. NM വിജയൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്തരം ഒരു നിലപാടെടുത്തില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു നിലപാടെടുത്തതായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിലോ CPMന്റെ മുമ്പിലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരുടെങ്കിലും മുമ്പിൽ ഒരു വിവരമുണ്ടോ? പാർട്ടി അപഹാസ്യമാകുന്നത്, പാർട്ടി അപമാനിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാണ്. ആത്മഹത്യാ കുറിപ്പിലാണ് ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ നടത്താൻ അദ്ദേഹം തയ്യാറാകുന്നത്. അത്രയും കാലം പാർട്ടി സംരക്ഷിക്കും, പാർട്ടി കൂടെ നിൽക്കും, പാർട്ടി പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണല്ലോ സകല വാതിലുകളും പോയി മുട്ടിയത്. എന്നിട്ട് അവസാനം പറയണ എന്റെ കുടുംബത്തെയെങ്കിലും
ബാക്കിയുള്ളവരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതുവരെ വിളിച്ചു പറയാതിരുന്ന അതിലൊരു കുറ്റമായി പോയോ പാർട്ടിക്ക് ഇപ്പോ? അല്ല, അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞ മാധു. ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഈ അവസാനം വന്ന ഈ ആത്മഹത്യാ കുറിപ്പ് എന്ന് നമ്മൾ കോട്ട് ചെയ്യുന്ന ഈ കത്തുണ്ടല്ലോ, ആ കത്തിൽ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ടെന്നേ. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ, മകന് ജോലി സ്ഥിരപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എൻ്റെ മകന് ജോലി കൊടുക്കണം, സംരക്ഷിക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പറയുന്നു എൻ്റെ മകനെ ഞാൻ മരണത്തോടൊപ്പം കൂട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെ അത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മാത്രമല്ല, നേരത്തെ പരാതി ഉന്നയിച്ചിട്ടുള്ള, ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള രാധാകൃഷ്ണന് 15 ലക്ഷം രൂപ അത് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. എൻ എം വിജയൻ മരണപ്പെടുന്നതിന് മുമ്പ് കൊടുത്ത് സെറ്റിൽ ചെയ്താണ്. രാധാകൃഷ്ണന് അങ്ങനെ ഒരു പരാതിയുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞ് പുറത്തു വന്ന ഈ കത്തിൽ വീണ്ടും രാധാകൃഷ്ണന്റെ പേര് എങ്ങനെ പരാമർശിക്കപ്പെട്ടു എന്ന് പരിശോധിക്കണ്ടേ? നമുക്ക് പരിശോധിക്കണ്ടേ? അതിന് അന്വേഷണങ്ങൾ നടക്കണമല്ലോ. ഇതിൽ കോൺഗ്രസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള അന്വേഷണമോ അല്ലെങ്കിൽ പരിശോധനകൾ മാത്രമല്ല, സംസ്ഥാനത്തെ നിയമവ്യവസ്ഥ അന്വേഷിക്കണമല്ലോ. ഒന്ന് ആത്മഹത്യാ കുറിപ്പ്, ഒന്ന് മക്കൾക്ക് എഴുതിയത്, ഒന്ന് KPCC പ്രസിഡന്റിന് എഴുതിയത്, ഒന്ന് VD സതീശൻ എഴുതിയത്, അങ്ങനെ പല കുറിപ്പുകളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്നത് ശരി. പക്ഷേ പാർട്ടിയുടെ മുന്നിൽ ഈ കത്ത് വന്നിട്ടുണ്ട്, അത് പരിശോധിക്കപ്പെട്ടില്ല എന്നതും ശരിയല്ലേ? പാർട്ടിയുടെ മുന്നിൽ ഈ പരാതികളുണ്ട്. നിങ്ങൾ എന്തിനാണ് നേരത്തെ ഈ ഇന്റേണൽ കമ്മീഷനെ വെച്ചത്? ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങൾ പുറത്താക്കിയത് എന്തിനാണ്? കോൺഗ്രസിനുള്ളിൽ അത്രയും കാലം നിന്ന മനുഷ്യർ അഴിമതി കാണിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ നേരത്തെ പറഞ്ഞ ഈ സണ്ണിയെയും ഗോപിനാഥിനെയൊക്കെ പുറത്തുവിട്ടത്? അപ്പൊ അവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമായതാണ്. അപ്പൊ ഈ അഴിമതി നടത്തി ജനങ്ങളോട് പണം വാങ്ങിയിട്ടുണ്ട്, ഈ പണം തിരിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ പുറത്താക്കിയവരെ പണം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ വെച്ചോണ്ടിരുന്നത്? മാധു, ഇതിൽ എനിക്ക് ഇടപെടാതെ എനിക്കൊരു ഗ്യാപ്പ് തന്നാൽ മതി, ഒരു മിനിറ്റ് ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് പരാതി ഉയർന്നപ്പോൾ ആ പരാതി പാർട്ടിയുടെ മുമ്പിൽ വന്നപ്പോൾ പാർട്ടി അന്വേഷിച്ച് അതിൽ പാർട്ടിയുടേതായ രീതിയിൽ സംഘടനാപരമായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. KK ഗോപിനാഥനെതിരെ, ഡോക്ടർ സണ്ണിക്കെതിരെ, വിശ്വനാഥനെതിരെ ഒക്കെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടപടി സ്വീകരിച്ച് പുറത്താക്കിയ ആളുകളെ CPM സ്വീകരിക്കുകയും മത്സരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് രാഷ്ട്രീയമാണ്, അതവിടെ നിൽക്കട്ടെ. ഇനി അതിനപ്പുറത്ത് അന്ന് ഇത്തരം പരാതികൾ ഉയർന്നു വരുമ്പോൾ NM വിജയൻ പണം വാങ്ങി എന്നുള്ള പരാതി പാർട്ടിയുടെ മുമ്പിലില്ല. ഇനി ഇത്തരം ഈ 3-4 ആളുകൾക്കെതിരെ പാർട്ടി സംഘടനാപരമായി നടപടിയെടുക്കുമ്പോൾ NM വിജയൻ പറഞ്ഞിട്ടില്ല എന്റെ കൂടി അറിവോടുകൂടിയാണ് ഈ പണം സ്വീകരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഈ നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് NM വിജയൻ പാർട്ടിയുടെ ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. ജീവിച്ചിരുന്ന ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ആര് പണം വാങ്ങിയെന്നാണ് അന്ന് കോൺഗ്രസ് ഇന്റേണൽ സമിതി കണ്ടെത്തിയത്? NM വിജയൻ പണം വാങ്ങിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ആരായിരുന്നു അന്ന് പണം വാങ്ങിയത്? അല്ല, അവിടെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് നിയമനത്തിന് പണം വാങ്ങുന്നതോ അല്ലെങ്കിൽ അവിടെ അനധികൃതമായിട്ടുള്ള ഫർണിഷിംഗ് നടത്തുന്നതോ, അങ്ങനെ പല രീതിയിൽ അനധികൃതമായിട്ട് പണം വാങ്ങുകയും പണം ദൂർത്തടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ചെലവുകൾ കണ്ടെത്തുകയും അത് പാർട്ടി പ്രവർത്തകരെയും സഹകാരികളുടെയും പരാതി വന്നപ്പോൾ ഞാൻ പറയട്ടെ മാധു, സംഘടനാപരമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിനപ്പുറത്ത് സംസ്ഥാനത്തെ വിജിലൻസിന്റെ മുമ്പിൽ ഇരിക്കുന്ന കേസിൽ നടപടി എടുക്കേണ്ടത് സംസ്ഥാനത്തെ നിയമ സംവിധാനമല്ലേ, ആഭ്യന്തര വകുപ്പല്ലേ, സഹകരണ വിജിലൻസ് അല്ലേ? അത്തരം കാര്യങ്ങൾ നടപടി എടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒന്നും ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലെന്നേ. അത് സംസ്ഥാനത്തെ ഗവൺമെന്റ് എടുക്കേണ്ട നടപടിയാണ്. ഇനി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ റിപ്പോർട്ട് വന്നിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ വിജിലൻസ് അതിൽ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാതിരുന്നത്? അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ വകുപ്പ് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാതെ പോയിരുന്നത്? ഇതിൽ കുറ്റക്കാരെന്ന് ആരോപിക്കപ്പെട്ട് ഞങ്ങൾ പുറത്താക്കിയ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എടുത്തിട്ടുള്ളത്. ചോദിക്കാം.